अथ श्री महाभारत कथा। अथ श्री महाभारत कथा। महाभारत कथा। महाभारत कथा। कथा है पुरुषार्थ की, स्वार्थ की, परमार्थ की, सार्थ की, जिसकी बनी श्री कृष्ण भारत पार्थ की। शब्द दिग्घोषित हुआ जब सत्य साधक सर्वथा। शब्द दिग्घोषित हुआ यदा यदा हि धर्मस्य ग्लानिर्भवति भारत, अभ्युत्थानम् अधर्मस्य तदात्मानं सृजाम्यहम्, परित्राणाय साधूनां, विनाशाय च दुष्कृतां, धर्म संस्थापनार्थाय संभवामि युगे युगे। ഓം ഗണപതേ നമഃ. ഓം വിഷ്ണുവേ നമഃ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പൗലോമവും കഴിഞ്ഞ് ആസ്തികവും കഴിഞ്ഞ് സംഭവത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഭഗവാന്റെ സ്തുതികളാണ് സംഭവത്തിൽ തുടക്കത്തിൽ കാണിച്ചിരിക്കുന്നത്. മനസ്സിന് കുളിർമ നൽകുന്ന, സന്തോഷം പകരുന്ന ഭഗവാന്റെ കീർത്തനങ്ങളെ പറഞ്ഞുകൊണ്ടാണ് സംഭവം തുടങ്ങുന്നത്. ആ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നത് ഏറ്റവും പുണ്യകരവും ശ്രേയസ്കരവും ആണ് എന്നും സൂചിപ്പിച്ചിരിക്കുന്നു. ജനമേജയ രാജാവ് തുടങ്ങുന്ന യാഗസ്ഥലത്തേക്ക് മുനിമാരുടെ നായക സ്ഥാനത്തുള്ള വേദവ്യാസൻ എത്തുകയാണ്. അപ്പോൾ രാജാവ് ആ ഭാരതകഥ കേൾക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. വേദവ്യാസൻ അതിനെ വൈശമ്പായനെ ചുമതലപ്പെടുത്തുന്നതോടുകൂടി വൈശമ്പായനൻ ഭാരത കഥ വിസ്തരിച്ച് പറയുകയാണ്. സോമവംശ രാജോത്പത്തിയെപ്പറ്റി പറഞ്ഞുകൊണ്ടാണ് വൈശമ്പായനൻ ഭാരത കഥ തുടങ്ങുന്നത്. ഈ യാഗസ്ഥലത്ത് യാഗം തുടങ്ങും മുമ്പ് ഏവർക്കും കേൾക്കത്തക്ക വിധം ഭാരത കഥ കേൾക്കണം എന്ന് രാജാവ് ആഗ്രഹം പ്രകടിപ്പിച്ചതിൻ്റെ ഫലമായിട്ട് വ്യാസ നിർദ്ദേശമനുസരിച്ച് വൈശമ്പായനൻ ഭാരതകഥ പറഞ്ഞു തുടങ്ങുകയാണ്. ബ്രഹ്മാവിൻ്റെ വലത്തെ കാലിലെ പെരുവിരലിൽ നിന്ന് ദക്ഷനും ഇടത്തെ കാലിലെ പെരുവിരലിൽ നിന്ന് പ്രസൂതിയും ജനിച്ചു. അവർക്ക് 60 കുട്ടികളുണ്ടായി. അതിൽ 13 പേരെ ദക്ഷൻ വിവാഹം കഴിച്ചു. അവരുടെ പുത്രന്മാരാണ് 12 ആദിത്യന്മാർ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവിടെ ഒരു സൂര്യനെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. അവരുടെ മകനായ സൂര്യന് ഉണ്ടായ കുട്ടിയാണ് വൈവസ്വത മനു. മനുവിൻ്റെ ഭാര്യ ശ്രദ്ധ. മനുവിനും ശ്രദ്ധയ്ക്കും വളരെ കാലം കുട്ടികൾ ഉണ്ടാവാതിരുന്ന് ആ യാഗമൊക്കെ നടത്തി പുരുഷ സന്താനത്തെ ആഗ്രഹിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്തപ്പോഴുണ്ടായത് ഒരു പെൺകുട്ടിയാണ്. ആ കുട്ടിയാണ് ഇള. വിധി തിരിച്ചായി പോയതുകൊണ്ട് അവർ വസിഷ്ഠനെ സമീപിച്ചപ്പോഴേ വസിഷ്ഠൻ ആ സ്ത്രീയെ
ഒരു പുരുഷനാക്കി തീർത്തു. പേര് സുദ്യുമ്നൻ എന്നും മാറ്റി. സുദ്യുമ്നൻ വനത്തിലൂടെ യാത്ര ചെയ്യുകയും നായാട്ടിനൊക്കെ പോവുകയും ചെയ്ത സമയത്ത് കുമാരവനത്തിൽ കയറാനിടയായപ്പോൾ വീണ്ടും സ്ത്രീയായിട്ട് രൂപമാറ്റം സംഭവിച്ചു. ശാപം കിട്ടിയ ആ സ്ഥലമാണ് ഈ കുമാരവനം. അപ്പോൾ ആ സുദ്യുമ്നന് വീണ്ടും ഇള എന്ന പേര് ലഭിക്കുകയുണ്ടായി. ആ ഇളയെ ചന്ദ്രപുത്രനായ ബുധൻ കണ്ടു മോഹിച്ചു. അവർക്കുണ്ടായ പുത്രനാണ് പുരൂരവസ്. പുരൂരവസിന്റെ മകനാണ് ആയുസ്. ആയുസിന്റെ മകനാണ് നഹുഷൻ. നഹുഷന്റെ മകനാണ് യയാതി. യയാതി 2 വിവാഹം കഴിച്ചു. ശുക്രാചാര്യരുടെ മകൾ ദേവയാനിയെയും വൃഷപർവാവിന്റെ മകൾ സുന്ദരിയായ ശർമ്മിഷ്ഠയെയും വിവാഹം കഴിച്ചു. ദേവയാനിക്ക് 2 പുത്രരും ശർമ്മിഷ്ഠയ്ക്ക് 3 പുത്രരും പിറന്നു. ഈ 3ാമത്തെ മകനാണ് പുരു. പുരുവിന്റെ ഭാര്യ കൗസല്യ. പുരുവിന്റെ പരമ്പരയാണ് പൗരവന്മാർ. അവരുടെ മകനാണ് ജനമേജയൻ. ജനമേജയന്റെ പത്നിയാണ് അനന്ത. അവരുടെ മകനാണ് പ്രാചിന്വാൻ. പത്നി അശ്മിയ. മകൻ സംയാതി. സംയാതി രശന്തുവിന്റെ പുത്രിയെ വിവാഹം കഴിച്ചു. അവരുടെ പുത്രനാണ് അഹംയാതി. അഹംയാതിയുടെ ഭാര്യയാണ് ഭാനുമതി. ഭാനുമതി കൃതവീര്യന്റെ മകളാണ്. അവരുടെ മകനാണ് സാർവഭൗമൻ. ഭാര്യ വസുന്ധര. അവരുടെ പുത്രനാണ് ജയൽസേനൻ. ഭാര്യ വിദർഭ രാജകുമാരിയാണ്. മഹാഭൗമൻ അവരുടെ പുത്രനാണ്. മഹാഭൗമന്റെ പുത്രനാണ് അവാചീനൻ. മഹാഭൗമൻ പ്രസേനജിത്തിന്റെ മകളായ സുമന്ത്രയെ കൂടെ വിധിവശാലെ വേൽക്കേണ്ടതായിട്ട് വന്നു. അവരുടെ പുത്രനാണ് ആയുധൻ. ഭാര്യ പൃഥുശ്രവാവിന്റെ മകള് ബാസയാണ്. അവരുടെ പുത്രനാണ് അക്രോധൻ. ഭാര്യ കലിംഗാത്മജയായ ഖരണ്ടുവാണ്. അവരുടെ പുത്രനാണ് ദേവാതിഥി. ദേവനായക സമനാണ്. ഭാര്യ വിദേഹന്റെ പുത്രിയായ മര്യാദയാണ്. അവരുടെ പുത്രനാണ് അനംഗഭൂപതി. അരീഹൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. പത്നി വാമദേവിയാണ്. അവരുടെ പുത്രനാണ് നൃപൻ. ഭാര്യ വലല. വലല തക്ഷക പുത്രിയാണ്. അവരുടെ പുത്രനാണ് മതിനാരൻ. ഭാര്യ സരസ്വതിയാണ്. അവരുടെ പുത്രൻ നൃപൻ. ഭാര്യ കാലിംഗിയാണ്. അവരുടെ പുത്രനാണ് ഇളില്ലൻ. അദ്ദേഹത്തെ സന്തുരോധ എന്നും പറയാറുണ്ട്. ഭാര്യ രഥന്ധരിയാണ്. അവർക്ക് 5 മക്കളാണുള്ളത്. ദുഷ്യന്തൻ തുടങ്ങിയ 5 മക്കളാണ്. അതിൽ ദുഷ്യന്തൻ വിശ്വാമിത്രന്റെ മകളായ ശകുന്തളയെ വിവാഹം കഴിച്ചു. അവരുടെ മകനാണ് ഭരതൻ. ആ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഭാരതം എന്ന പേര് രൂപപ്പെട്ടതെന്ന് പറയപ്പെടുന്നു. ആ ഭരതൻ സുനന്ദയാണ് വിവാഹം കഴിച്ചത്. ആ വിവിധ കഥകളെ പറ്റി നമുക്ക് അടുത്ത ദിവസം മനസ്സിലാക്കാം. ഓം വിഷ്ണുവേ നമഃ. ഓം നാരായണായ നമഃ. ഈ കഥാഭാഗം ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളും.